ശാരീരികമായിട്ട് മാനസികമായിട്ട് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? നമ്മുടെ ഹൈദർ സാർ പറഞ്ഞതുപോലെ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കണം. എത്ര പേരത് ചെയ്യാറുണ്ട്? മക്കളെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കില്ലേ, നിങ്ങളുടെ ഉള്ളിലേക്ക് തുറക്ക് സംസാരിക്കാറുണ്ടോ? എനിക്ക് കൈ നോക്ക്, നല്ലൊരു കൈ കൊടുത്തി. എന്താണ് സംസാരിക്കാറ് എന്നുള്ളത് ഇവരോട് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? കാരണം ഇവര് ചെയ്യാറില്ല. അപ്പൊ മോളുടെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത് ഞാൻ പറയുന്നതിനേക്കാൾ ഉപകാരമാണ്. ധൈര്യമായിട്ട് പോ, നല്ലൊരു കൈ കൊടുത്ത് പിടിക്കുമ്പോ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണെന്നാണ് ഇതിന്റെ ലക്ഷ്യം? എന്താ തീരുമാനിച്ചിട്ടുണ്ടോ? മോട്ടിവേഷൻ സ്പീക്കർ ആകണമെന്നാണ്. ആ നല്ലൊരു കൈ ഓക്കെ. മോളെ എന്ത് സംസാരിക്കാറുണ്ട്? ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വിളിക്കാം, ഇതിനും കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, മോള് പറ, ധൈര്യമായിട്ട് പറ മോള്. എന്താണ് മോളോട് സംസാരിച്ചത്? ചെറിയ കാര്യമല്ല, നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വലിയ കാര്യങ്ങൾ സാധിക്കുന്നത്. ശരിയല്ലേ? ഈ ബിൽഡിംഗ്, അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഈ ബിൽഡിംഗ് ഒറ്റ കല്ല് കൊണ്ടുപോയി വെച്ചതാണോ? അല്ല, ഒരുപാട് ചെറിയ കല്ലുകൾ വെച്ചിട്ടാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. ശരിയല്ലേ? ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വലിയ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത്. മോളെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും എന്താണ് നീ സംസാരിക്കാറെന്നുള്ളത്. എന്നിട്ട് അതിൽ എന്താണ് കറക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയും. ധൈര്യമായിട്ട് പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞാൽ ആയിക്കോട്ടെ, സാരില്ല. പൊട്ടത്തരം എന്ന് പറയുന്ന ഒരു സംഭവമില്ലല്ലോ. കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് എന്നെ കാണാൻ നല്ല ചൊറുക്കാണ്. ഇത് പൊട്ടത്തരാണോ? നിങ്ങൾക്ക് ചൊറുക്കുള്ളത് പോലെ തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല. ശരിയല്ലേ? സംസാരിക്കണം. ദൈവത്തിന്റെ ഉത്കൃഷ്ടമായ സൃഷ്ടികളാണ് നിങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്ന സ്ഥിതിക്ക് കണ്ണാടിയുടെ മുന്നിൽ ചെന്നിരുന്നിട്ട് ഓക്കെ, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്കൊരു കുഴപ്പവുമില്ല, ഒരു വ്യക്തിക്കും എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല, ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക ചെയ്യും എന്ന് പറയുന്നത് പൊട്ടത്തരമല്ല മക്കളെ. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഉത്കൃഷ്ടമായ ഒരു സൃഷ്ടിയോട് നിങ്ങൾ അവഗണന കാണിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോട് സംസാരിക്കണം. കഴിഞ്ഞ കൊല്ലം മാർച്ച് മാസത്തില് ഇത് കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിങ്ങിന്, കോവിഡിന് മുന്നെയാണ്, ഹൈദരാബാദിൽ പോയ സമയത്ത് അവിടെ +2 റിസൾട്ട് വന്നു. ഒരു വിദ്യാലയത്തിലെ 15 കുട്ടികളാണ് സൂയിസൈഡ് ചെയ്തത്. സെന്റ് പീറ്റേഴ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് എന്റെ ഏറ്റവും അന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വിഷയമായിരുന്നു. റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്ന ദിവസം 15 കുട്ടികൾ സൂയിസൈഡ് ചെയ്തു. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. ആ തിരിച്ചറിയാൻ പറ്റാത്തത് നേരത്തെ നിങ്ങളുടെ നൗഷാദ് സാറും അതേപോലെ ഹൈദർ സാറും അമീർ സാറൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക തന്നെ വേണം. മാർക്കല്ല എല്ലാം. തോൽവി എന്ന് പറയുന്ന ഒരു സംഭവം ജീവിതത്തിലില്ല. There is nothing called failure. അതൊരു ഫീഡ്ബാക്ക് ആണ്. അപ്പൊ വിളിക്ക് പറ, എന്താണ് എന്തെങ്കിലും ഒരു കാര്യം മോൾ അങ്ങനെ ഒരു പൊട്ടത്തരം എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കട്ടെ. ധൈര്യമായിട്ട് പറഞ്ഞു. എന്താണ് ഈ ക്ലാസ്സിൽ നടക്കുന്ന ഹലോ, അത് പറയാനുള്ള ധൈര്യം ഈ മോള് കാണിച്ചു. ആ ധൈര്യം നിങ്ങൾ കാണിച്ചില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ ഇരുന്നിട്ട് നമുക്ക് ചിരിക്കാനും അല്ലെങ്കിൽ ഈ മോള് പറയുന്ന കാര്യങ്ങളെ കളിയാക്കാനും നമുക്ക് പറ്റും. പക്ഷെ ആ ധൈര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം. അപ്പൊ ധൈര്യമാണ് വേണ്ടത്. പിടിക്ക്, നല്ലൊരു കൈ കൊടുത്ത്. ഒട്ടുമിക്ക കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് ഓക്കെ, മോള് അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ആവശ്യത്തിന് വിളിക്കുമ്പോ ഇപ്പൊ വിളിക്കാൻ പറ്റില്ല. നേരെ നമ്മള് ഇൻസ്റ്റയിലെ നമ്മള് സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെയാണ് വിളിക്കാൻ. ഈ സെൽഫ് ടോക്ക് എന്താ വേണ്ടത്? ഇന്നലെ എന്ന നിങ്ങളിൽ നിന്ന് ഇന്ന് എന്ന നിങ്ങളിലേക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? വ്യക്തമായിട്ട് മനസ്സിലായോ? ഇന്നലെ എന്ന നിങ്ങളിൽ നിന്ന് ഇന്ന് എന്ന നിങ്ങളിലേക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? എനിക്ക് പഠിക്കാൻ മടിയായിരുന്നു. ഇന്നലെ ഞാൻ ഒരു 2 മണിക്കൂറാണ് പഠിച്ചത്. ഇന്ന് ഞാൻ 2.5 മണിക്കൂർ പഠിച്ചു. സെൽഫ് ടോക്ക് അത് ചെയ്തു കൂടുമ്പോൾ സെൽഫ് അപ്രീസിയേഷൻ ചെയ്യണം. വെടിക്കി എന്ന് പറഞ്ഞ് സെൽഫ് അപ്രീസിയേഷൻ ചെയ്യണം. ഒരു വീഡിയോ ഞാൻ ഏലിയാസ് ഭായിക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. സാധിക്കുമെങ്കിൽ ആ വീഡിയോ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കൾക്ക് അയച്ചു കൊടുക്കണം. അത് ഈ കമ്മിറ്റിക്കാരോടുള്ള എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്. 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്. ഒന്ന്, ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ. ഒരുപാട് വീഡിയോസ് ഉണ്ട്. 3ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റർ പോർഷൻ ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അത് CBSE ആണ്. പക്ഷെ ഇവിടെ CBSE പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് യൂസ് ചെയ്യാം. പിന്നീട് ഒരു വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. ആ വീഡിയോ നിങ്ങൾ കാണണം. അപ്പൊ ശാരീരികമായി മാനസികമായിട്ട് എന്താണ്? നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കണം. എനിക്ക് സാധിക്കും. നിങ്ങൾ കപ്പൽ കണ്ടിട്ടില്ലേ? വെള്ളത്തിലൂടെ പോകുന്ന കപ്പൽ നമ്മൾ കണ്ടിട്ടില്ലേ? ഉരുക്ക് കൊണ്ട് നിർമ്മിച്ചതാണ്. ഉരുക്ക് എന്ന് പറയുന്നത് ഇരുമ്പിനേക്കാൾ ഭാരമുള്ളതാണ്. എന്നിട്ട് പോലും ആ കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ വെള്ളം കപ്പലിന്റെ ഉള്ളിലേക്ക് കേറാത്തത് കൊണ്ടാണ്. ശരിയല്ലേ? അപ്പൊ ഒരു നെഗറ്റിവിറ്റിയും നമ്മുടെ നൗഷാദ് സാർ പറഞ്ഞതുപോലെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട. നിങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പറയുകയാണ്, മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അവർ നിങ്ങളുടെ പിന്നിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ നിങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യം വേണം. നിങ്ങൾക്ക് അഭിമാനം വേണം. അതിന് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക തന്നെ വേണം. നിങ്ങളുടെ കഴിവുകളെ കുറിച്ച്. കാരണം കഴിഞ്ഞ കൊല്ലം ഇവിടുന്ന് ക്ലാസ് എടുത്തിട്ട് വട്ടത്തൂര് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാളിനോട് ഞാൻ ചോദിച്ചു, മാഷെ എന്താണ് ടോപ്പിക്, എന്തിനെ കുറിച്ചിട്ട്? ടോപ്പിക്കിന്റെ പരീക്ഷയിൽ നിന്ന്. പക്ഷെ മാഷ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. എന്താണ്? കുട്ടികൾ അമിതമായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണം. ഈ ക്ലാസ് ഒക്കെ കൊടുത്ത് പുറത്തിറക്കി മാർച്ച് 10-12 ലോക്ക്ഡൌൺ ആയി. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഫോൺ കുട്ടികളുടെ കൈകളിലേക്ക് വന്നു. ശരിയല്ലേ? വളരെ സന്തോഷം. ഓക്കെ, എന്തൊക്കെയാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ തന്ന മൊബൈൽ ഫോണിൽ ഞങ്ങളെ പോലെയുള്ള നിങ്ങളുടെ രക്ഷിതാക്കള് നിങ്ങളിൽ അർപ്പിച്ച ഒരു വിശ്വാസമുണ്ട്. എന്റെ മകൻ, എന്റെ മകള്, അവൾ പഠിക്കുകയാണ്. നിങ്ങൾ ആ സമയത്ത് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അധ്യാപകന് അറിയുന്നില്ല നിങ്ങൾ ലൈവായിട്ട് ആ ക്ലാസ്സിൽ ആക്റ്റീവ് ആണോ അല്ലേ. കാരണം അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, സ്റ്റോറി ഇടുകയാണെങ്കിൽ, വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മക്കളെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചതിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ അല്ല, നിങ്ങൾ ചതിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ വിചാരിക്കുന്നത് നിങ്ങൾ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു, ഉമ്മച്ചിനെ പറ്റിച്ചു, അമ്മച്ചിനെ ഞാൻ പറ്റിച്ചു, ഞാൻ പോസ്റ്റ് ഇട്ടു. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എത്ര ലൈക്ക് കിട്ടിയെന്ന് തോന്നും, നോക്കാൻ തോന്നും. നിങ്ങൾ ചതിക്കുന്നത് നിങ്ങളെയാണ്. നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ പഠനത്തിന് ശേഷം 5 അല്ലെങ്കിൽ 1 or 2 മണിക്കൂർ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ നോക്കാൻ മൊബൈൽ വേണമെന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം നിങ്ങളുടെ രക്ഷിതാക്കളോട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പേജ്, വാട്സാപ്പിൽ ഞങ്ങളുടെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ അതിൽ ഒരു 5 മിനിറ്റ് ചാറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പേടിയും
ആവശ്യമില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ അംഗീകരിക്കുക തന്നെ ചെയ്യും. എന്തും തുറന്നു പറയാനുള്ള ധൈര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ധൈര്യം വേണം. നിങ്ങളുടെ രക്ഷിതാക്കളോട് നിങ്ങൾ പറയണം, അവർ അതിന് അനുമതി ചെയ്യും. കാരണം ഇന്നത്തെ യുഗത്തില് ഇതൊന്നും പാടില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഓരോ രക്ഷിതാവിന്റെയും മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവനവന്റെ മക്കള് അത് ഏത് രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മാനസികമായിട്ട് തയ്യാറെടുക്കുന്നത് ഇതാണ്. സെൽഫ് ടോക്ക് ചെയ്യണം, സെൽഫ് അഫർമേഷൻസ് ചെയ്യണം. അപ്പോ ശാരീരികമായി, മാനസികമായിട്ട്, മൂന്നാമത്തത് ആത്മീയപരമായിട്ട് നമ്മൾ തയ്യാറെടുക്കണം. എന്താണ് മാത്രമല്ല, നിങ്ങളിലുള്ള വിശ്വാസമാണ് വേണ്ടത്. ഒന്ന്. രണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു നാളെ വിമൻസ് ഡേ ആണ്, ശരിയല്ലേ? ഇന്ന് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എത്ര പേര് നിങ്ങളുടെ വാപ്പച്ചിക്കോ അല്ലെങ്കിൽ ഉമ്മച്ചിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് വന്നവരുണ്ട്? ആത്മാർത്ഥമായിട്ട് പറയണം. ഒന്ന് കൈ പൊക്കിക്കും. ആകെ 2 കുട്ടികളിരുന്നു. നല്ലൊരു കൈ കൊടുത്തി. ഹലോ, എന്താണ് ബുദ്ധിമുട്ട്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ചെയ്യണം. കാരണം അവരിൽ നിന്ന് ഒരു ഊർജം നിങ്ങളിലേക്ക് വരാനുണ്ട്. ഒരു എനർജി. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? എനർജി ഫ്ലോസ് ഫ്രം എ ഹയർ ഡെൻസിറ്റി ടു എ ലോവർ ഡെൻസിറ്റി. ശരിയാണോ തെറ്റാണോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഹഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരോട് ചേർന്നിരിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് ഒരു എനർജി നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യും. അത് ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സ്, അതായത് അമ്മയുടെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ ഉണ്ടാവാറില്ലേ? അവരോട് സംസാരിക്കാറുണ്ടോ? സംസാരിക്കണം. തമാശയല്ല, അവരോട് സംസാരിക്കണം. അവരുടെ കൂടെ ചെന്നിരിക്കണം. കാരണം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നത് അവർക്കാണ്. ഇത് പറയാൻ കാരണം നിങ്ങൾ അവരോട് അവർക്ക് ചിലപ്പോൾ ഫിസിക്സ് എന്താണ്, കെമിസ്ട്രി എന്താണ്, മാത്തമാറ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ ശാസ്ത്രം എന്താണ് എന്നുള്ളത് അവർക്ക് അറിയണ്ടാവില്ല. പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ അവരുടെ അടുത്ത് ചെന്നിരിക്കണം. അവരോട് പറയണം, എനിക്കിന്ന് ഫിസിക്സിന്റെ എക്സാം ആണ്, എനിക്കിന്ന് കെമിസ്ട്രിയുടെ എക്സാം ആണ്. 10 മണിക്കാണ് എന്റെ പരീക്ഷ തുടങ്ങുന്നത്, 12:30 എന്റെ പരീക്ഷ തീരും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറയാറുണ്ടോ? ഇല്ലെങ്കിൽ ചെയ്യണം. ഇല്ലെങ്കിൽ ചെയ്യണം. കാരണം ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് വരും. മാഷെ, ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ എനിക്ക് അതിന്റെ ഉത്തരം കിട്ടിയില്ല, അല്ലെങ്കിൽ പകുതി മാത്രമാണ് കിട്ടിയത്. ഞാൻ പരീക്ഷാ പേപ്പർ ഇൻവിജിലേറ്ററിന് കൊടുത്ത നിമിഷം എന്റെ മനസ്സിലേക്ക് അത് ഓടി വന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കാല് പിടിച്ചു. എനിക്ക് ആൻസർ ഷീറ്റ് തിരിച്ചു തരണം, ഈ ഉത്തരം എഴുതണം. അദ്ദേഹം സമ്മതിച്ചില്ല. എനിക്ക് എന്റെ മാർക്കുകൾ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ പറയാറുണ്ട്, ഗുരുത്വം വേണം. ശരിയല്ലേ? ഈ ഗുരുത്വം എന്ന് പറയുന്നത് മാതാപിതാക്കളെ മാത്രമല്ല, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ വേണം നിങ്ങൾ ബഹുമാനിക്കണം. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുന്നേ, അതല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ പൂട്ടി നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ നിങ്ങളുടെ അധ്യാപകരെ ചെന്ന് കാണണം. അവരോട് മാപ്പ് പറയുക തന്നെ വേണം. അതിൽ ഒരു തെറ്റും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാകാനോ സാധിക്കില്ല. എല്ലാവർക്കും എന്നല്ല പറയുന്നത്, ചിലർക്കെങ്കിലും അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആ തിരിച്ചറിവ് ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമ അവരോട് ചോദിക്കണം. അവരുടെ ഒരു അനുഗ്രഹം മതി. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പിന്നാമ്പുറത്തെ ചോദ്യങ്ങൾ കാണാണ്ട് മുൻവശത്ത് മാത്രമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി പുറത്തു വന്നിട്ട് വാവിട്ട് കരയുന്ന
കരയുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. മക്കളെ അതിന്റെ അടിയിൽ PTO എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, നീ അത് ശ്രദ്ധിച്ചില്ലേ? എന്റെ മാഷ് ഞാനത് കണ്ടതും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. 3 essay question ആയിരുന്നു പിന്നില്, 10 മാർക്കിന്റെ 30 മാർക്ക് പോയി. എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണ്. ഗുരുത്വം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മാതാവോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷാകർത്താവോ നിങ്ങൾക്ക് വേണ്ടി മനസ്സുകൊണ്ട് ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാതെ അവരോട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ടായിരിക്കും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. എനിക്ക് ഉറപ്പാണ്, ഒരു മാതാവും ഒരു പിതാവും ഒരു മക്കളെയും ശപിക്കില്ല. നീ പരീക്ഷയ്ക്ക് ഒന്നും എഴുതാൻ പറ്റാതെ വരട്ടെ എന്ന് ഒരു രക്ഷിതാവും പ്രാർത്ഥിക്കില്ല. അവര് ഉള്ളുരുകി പ്രാർത്ഥിക്കും, എന്റെ മക്കൾക്ക് എല്ലാതും എഴുതാൻ സാധിക്കണം, അവൾ പഠിച്ചത് അല്ലെങ്കിൽ അവൻ പഠിച്ചത് മാത്രമായിരിക്കണം പരീക്ഷയ്ക്ക് വരേണ്ടത് എന്നാണ് ഏതൊരു രക്ഷിതാവും ഉള്ളുരുകി പ്രാർത്ഥിക്കുക.